ഹായ്, എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും മൈൽസ് ആൻഡ് മൺസൂണിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം. ഞാൻ ഇപ്പം നിൽക്കുന്നത് കൊയിലാണ്ടി റെയിൽവേ സ്റ്റേഷനിലാണ്. നമ്മൾ ഇന്ന് പോകുന്നത് അതിരപ്പള്ളി വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ചെറിയ രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. ഇവിടെ സ്റ്റേഷനിലെ ടിക്കറ്റ് കൗണ്ടറൊക്കെ വരുന്നത് ആ ഒരു ഭാഗത്തായിട്ടാ. രാവിലെ തന്നെ തിരക്കൊന്നുമില്ല, പക്ഷെ ട്രെയിൻ വരാറാകുമ്പോഴേക്ക് ചിലപ്പോൾ തിരക്കാവും. ഇപ്പം സമയം 6:05, 6:10 നമ്മളെ ട്രെയിൻ വരേണ്ടത്. ഓൾമോസ്റ്റ് കറക്റ്റ് ടൈം തന്നെയാണ്. വടകരയൊക്കെ വിട്ടിട്ടുണ്ട് ട്രെയിൻ. അങ്ങനെ ട്രെയിൻ വരുന്നുണ്ട്. നമ്മുടെ ഇന്ത്യൻ പതാകയുടെ പെയിന്റ് ഒക്കെ അടിച്ചിട്ടുള്ള ഒരു WIP-4 ആണ് നമ്മളെ ലോക്കോമോട്ടീവ് വരുന്നത്. അങ്ങനെ കണ്ണൂരിൽ നിന്ന് ആലപ്പുഴ വരെ പോകുന്ന എക്സിക്യൂട്ടീവ് എക്സ്പ്രസ്സിൽ നമ്മളിവിടെ കൊയിലാണ്ടിയിൽ നിന്ന് ചാലക്കുടി വരെയുള്ള യാത്രയാണ് ഇവിടുന്ന് ആരംഭിക്കുന്നത്. നമുക്ക് നമ്മുടെ കോച്ച് വരുന്നത് D1 ആണ്, അതിലോട്ട് കയറാനി. ഇത് നമ്മുടെ ഭാരതപ്പുഴയാണ്. കേരളത്തിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദിയാണ് നമ്മുടെ ഭാരതപ്പുഴ. പണ്ട് ഞാൻ സ്കൂളിൽ പഠിച്ചൊരു പാടുണ്ടായിരുന്നു, ഞാൻ നിളാ നദി പേരാറെന്ന് നിങ്ങൾ പേര് വിളിച്ചോമനിച്ച ഭാരതപ്പുഴ എന്നൊക്കെ പറഞ്ഞിട്ട്. അത് പഠിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യണേ. പണ്ട് സ്കൂളിൽ പഠിച്ചൊരു പാടാണത്. അപ്പോൾ ഈ ഒരു ഭാരതപ്പുഴ ഇപ്പം കണ്ടപ്പോൾ അത് ഓർമ്മ വന്നതാ. നല്ല ഭംഗിയുള്ളൊരു നദിയാണ്, പക്ഷെ ഇപ്പം മഴക്കാലത്ത് മാത്രമേ നമുക്ക് നദിയിൽ നിങ്ങൾ പോകുന്നൊരു ട്രാക്ക് കണ്ടോ? അത് ഷൊർണൂർ ജംഗ്ഷനിൽ നിന്ന് പാലക്കാട് ഭാഗത്തോട്ട് പോകുന്ന ട്രാക്കാണ് കേട്ടോ. അത് നമ്മൾ തൃശ്ശൂർ എറണാകുളം ഭാഗത്തോട്ട് ഈ വഴി ഇങ്ങനെ വരുമ്പം പാലക്കാട് വഴി കോയമ്പത്തൂർ ആ ഭാഗത്തോട്ടൊക്കെ പോകുന്നത് ആ ഒരു ട്രാക്ക് വഴിയാണ്. അങ്ങനെ അത് നേരെ പോയിട്ട് പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലാണ് പോയിട്ട് ചേരുക. അതാണ് നിങ്ങളാ കാണുന്നത്. അതുപോലെ ഈ വരുന്നൊരു ട്രാക്ക് കണ്ടോ ആ ഭാഗത്തുനിന്ന്, അത് ഷൊർണൂർ ടച്ച് ചെയ്യാതെ പാലക്കാട് ഭാഗത്തു നിന്നുള്ള ട്രെയിനുകൾ തൃശ്ശൂർ ഭാഗത്തോട്ട്, അതായത് തൃശ്ശൂർ എറണാകുളം തിരുവനന്തപുരം ആ ഭാഗത്തോട്ടൊക്കെ പോകുന്നത് ഈ ഒരു ട്രാക്ക് വഴി വന്നിട്ടാണ്. ഷൊർണൂർ കയറൂല, ഷൊർണൂർ സ്കിപ്പ് ചെയ്തിട്ടാണ് ഇതുവഴി ഇങ്ങനെ വന്നിട്ട്
കാണുന്നത് ഉത്രാളിക്കാവ് ക്ഷേത്രമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ വെടിക്കെട്ട് നടക്കുന്ന ക്ഷേത്രങ്ങളിലൊന്നാണത്. അതിൻ്റെ റീലൊക്കെ നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടാവും, അവിടുന്ന് ട്രെയിൻ പോകുന്ന റീലുകളൊക്കെ. അങ്ങനെ നമ്മളിവിടെ ചാലക്കുടി സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു 40-50 മിനിറ്റ് ലേറ്റ് ആയിട്ടാണ് ഇവിടെ എത്തിയത്. ഓൾമോസ്റ്റ് ഒരു 5 മണിക്കൂർ എടുത്തു നമ്മൾ ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പം ഇനി ഇവിടുന്ന് നേരെ ബസ് സ്റ്റാൻഡ് അങ്ങോട്ട് പോകണം. ഞാൻ അവിടുന്ന് ഒരു ഓട്ടോ എടുത്തു. ഇവിടുന്ന് 2 കിലോമീറ്റർ ദൂരമുണ്ട് റെയിൽവേ സ്റ്റേഷനിൽ ബസ് സ്റ്റാൻഡിലോട്ട് എത്താൻ വേണ്ടിയിട്ട്. ഇതാണ് ചാലക്കുടിയിലുള്ള KSRTC ബസ് സ്റ്റാൻഡ് വരുന്നത്. ഇവിടെ വലത്ത് ഭാഗത്ത് ആ അറ്റത്തായിട്ടാണ് നമ്മുടെ അതിരപ്പള്ളിയിലോട്ടുള്ള ബസ്സൊക്കെ വന്ന് കിടക്കുക. ട്രാക്കിലല്ല, ട്രാക്കിന് പുറത്തായിട്ടാണ് കിടക്കുക. ഇവിടെ KSRTCയുടെ സ്റ്റാൻഡിൽ ഇങ്ങനെ വെയിറ്റിംഗ് 11 മണിയാണ് നമ്മളെ അടുത്ത് പറഞ്ഞത്. ഇപ്പം 11:15 ബസ് വന്നിട്ടില്ല. ഞാനിവിടെ നിൽക്കുന്ന ഈ ഭാഗത്തായിട്ട് വരുന്ന പറഞ്ഞത്, അറിയില്ല. പക്ഷെ ഇവിടെ മഴ കുറവാട്ടോ. നമ്മൾ അവിടുന്ന് ഇങ്ങോട്ട് കയറിയപ്പം അവിടെയൊക്കെ നല്ല മഴയായിരുന്നു. രാവിലെ ഇറങ്ങിയപ്പോൾ ഒരേ മഴയായിരുന്നു. ഒരു 4 മണി ആ ടൈം തൊട്ടേ നല്ല മഴയായിരുന്നു. പക്ഷെ ഇങ്ങോട്ടെത്തിയപ്പം അത്ര മഴയൊന്നുമില്ല. ഇനിയിപ്പം ബസ് വരണം. അങ്ങനെ കാത്തിരുന്ന് നമ്മുടെ ബസ് വന്നു. ഇനി ഒരു അരമണിക്കൂർ എടുക്കും ഈ ബസ് ഇവിടുന്ന് എടുക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് നേരെ ബസ്സിൻ്റെ അകത്തോട്ട് കയറിയിരിക്കാം. ആ ഫ്രണ്ട് സീറ്റ് തന്നെ ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ബസ്സിലോട്ട് കയറി. ബസ്സിൽ ആരുമില്ല. ഫസ്റ്റ് കയറിയത് ഞാനാണ്, വേറെ ആരും വന്നിട്ടില്ല. ഇത് എത്ര മണിക്ക് എടുക്കാന്നൊന്നും അറിയില്ല. അപ്പൊ നമുക്ക് ഏറ്റവും ഫ്രണ്ടിൽ പോയിട്ടിരിക്കാം. അവിടെ നിന്നാണല്ലോ കുറച്ചുകൂടെ വ്യൂവും കാര്യങ്ങളൊക്കെ കിട്ടുക. അപ്പൊ നല്ല എക്സൈറ്റ്മെന്റിലാണ്. ഡോക്ടർ ഏറ്റവും ഫ്രണ്ടില് വന്നിരുന്നിട്ടുണ്ട്. ഇവിടുന്ന് നമുക്ക് അടിപൊളി ഒരു വ്യൂ ഒക്കെ കിട്ടും. ഇനി ബസ് എടുക്കട്ടെ. അങ്ങനെ ബസ് എടുത്തു. ഇവിടുന്ന് നേരെ ബസ് പ്രൈവറ്റ് സ്റ്റാൻഡിലോട്ട് പോകും. എന്നിട്ട് അവിടെ നിന്നാണ് അതിരപ്പള്ളിയിലോട്ട് പോവുക. അങ്ങനെ ടിക്കറ്റ് കിട്ടി. ഒരാൾക്ക് ചാലക്കുടി അതിരപ്പള്ളി വരെ 40 രൂപയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് 40 രൂപയ്ക്ക് അതിരപ്പള്ളി പോയിട്ട് ആ വെള്ളച്ചാട്ടമൊക്കെ കണ്ടുവരാം. അങ്ങനെ വീണ്ടും ബസ് എടുത്തു. ഇനി നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് മനോഹരമായിട്ടുള്ള കുറേ കാഴ്ചകളൊക്കെ കാണാനുണ്ട്. കുറച്ച് ദൂരം കൂടി ചെന്ന് കഴിഞ്ഞാൽ പിന്നെ എണ്ണപ്പനകളൊക്കെ കാണാൻ പറ്റും. എണ്ണപ്പനകൾ ആരംഭിക്കുന്നത് ഇവിടുന്ന് കുറച്ച് ദൂരം കൂടി പോയിട്ടാണ്. അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള റൂട്ടാണ് ഇവിടുന്ന് ചാലക്കുടിയിൽ നിന്ന് അതിരപ്പള്ളി വരെയുള്ള ഈ ഒരു റൂട്ട്. ആദ്യം നമ്മൾ ഈ പോകുന്നത് ഒരു ടൗൺ ഏരിയ പോലത്തെ സ്ഥലങ്ങളിലൂടെയാണെങ്കിൽ പിന്നീട് അങ്ങോട്ട് ഫോറസ്റ്റ് ആണ്. പിന്നെ നമുക്ക് ആ ഒരു ചാലക്കുടി പുഴയുടെ സൈഡിൽ എണ്ണപ്പനകൾക്ക് നിങ്ങളവിടെ റോഡ് സൈഡിലൊക്കെ മൂടിയിട്ട് ഈ മരങ്ങൾ കണ്ടോ? അതൊക്കെ റംബൂട്ടാന്റെ മരങ്ങളാണ്. നമ്മളെ നാട്ടിലൊക്കെ ഉണ്ടെങ്കിലും ഇങ്ങനെ മൂടിയിടുന്നത് അങ്ങനെ കണ്ടിട്ടില്ല. ഈ പോകുന്ന വഴിയിൽ മുഴുവൻ നമുക്ക് റംബൂട്ടാൻ വിൽക്കാൻ വെച്ചത് കാണാം. അങ്ങനെ നമ്മുടെ എണ്ണപ്പനകളൊക്കെ കണ്ടു തുടങ്ങി. ഇനി അങ്ങോട്ട് അതിരപ്പള്ളി എത്തുന്നത് വരെ നമുക്ക് ഈ എണ്ണപ്പനകളൊക്കെ കാണാം. ഇവിടെ ഈ വീണ് കിടക്കുന്ന പനകളൊക്കെ ആനകളൊക്കെ കുത്തി തള്ളിയിടുന്നതാ. ഇവിടുന്ന് അങ്ങോട്ട് മുഴുവൻ എണ്ണപ്പന പാടങ്ങളാണ്. നമ്മൾ അതിരപ്പള്ളി എത്തുന്നത് വരെ ഈ എണ്ണപ്പനകൾ നമുക്കിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം. നമ്മളെ നാട്ടിലൊന്നും ഇതങ്ങനെ കാണാറില്ല. ഇവിടെ ഈ ഭാഗത്തൊക്കെ ആയിട്ട് ഒരുപാട് ഇത്തരം എണ്ണപ്പനകളുടെ കൃഷിയുണ്ട്. ആ കാണുന്നത് ചാലക്കുടി പുഴയാണ്. ആ ഒരു പുഴയിലാണ് നമ്മുടെ അതിരപ്പള്ളി വെള്ളച്ചാട്ടം വരുന്നത്. അതിൻ്റെ തീരത്തായിട്ടാണ് ഈ എണ്ണപ്പനകൾ മുഴുവനുള്ളത്. ഇതാണ് നമ്മുടെ ഈ ആനവണ്ടിയുടെ സാരഥി. പുള്ളി ആൾ അടിപൊളിയാണ്. എനിക്ക് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അതിരപ്പള്ളി പോകുന്നുണ്ടെങ്കിൽ അപ്പുറത്തോട്ട് വാൽപ്പാറയും മലക്കപ്പാറയൊക്കെ പോയിട്ട് വാ, അതുവഴി നേരെ പൊള്ളാച്ചിക്ക് പോയിട്ട് തിരിച്ച് കോഴിക്കോടേക്ക് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മൾ ഏറെക്കുറെ അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തോട്ട് എത്താറായി. ഇന്ന് നല്ല തിരക്കാണെന്ന് തോന്നുന്നുണ്ട്. കാരണം അവിടെയൊക്കെ പാർക്കിംഗ് ഫുള്ളായതിനു ശേഷം ആയിരിക്കണം ഇങ്ങോട്ടൊക്കെ ആളുകൾ വണ്ടി കൊണ്ടുവന്ന് വെച്ചത്. ഇത് സെക്കൻഡ് സാറ്റർഡേ കൂടി ആയതുകൊണ്ട് നല്ല തിരക്കായിരിക്കും അങ്ങോട്ടൊക്കെ. ഇവിടെയാണ് അതിരപ്പള്ളിയിലോട്ടുള്ള ചെക്ക് പോസ്റ്റ് വരുന്നത്. നമ്മൾ വണ്ടിയൊക്കെ കൊണ്ടുവരുവാണെങ്കിൽ ഇവിടുന്ന് വണ്ടിയുടെ ടിക്കറ്റ് എടുക്കണം. അതുപോലെ നിങ്ങൾ ഗൂഗിൾ പേ വഴിയൊക്കെയാണ് ടിക്കറ്റ് എടുക്കുന്നതെങ്കിൽ അതിനും ഈ ഭാഗത്താണ് കൗണ്ടർ വരുന്നത്. അവസാനം അവിടെ വരുന്ന കൗണ്ടർ നമുക്ക് ക്യാഷ് കൊടുത്ത് ടിക്കറ്റ് എടുക്കേണ്ട കൗണ്ടറാണ്. നല്ല തിരക്കുണ്ട്. കാരണം ഇവിടെയൊക്കെ ഇങ്ങനെ വണ്ടികൾ നിർത്തിയിട്ട് കണ്ടില്ലേ. അപ്പം ഇന്ന് വീക്കെൻഡാണ്, സെക്കൻഡ് സാറ്റർഡേ ആണ്. അപ്പം സ്വാഭാവികമായിട്ടും നല്ല തിരക്കുണ്ടാവും. നമ്മളിത് അങ്ങനെ വെള്ളച്ചാട്ടം ആ ഭാഗത്തോട്ടാണ് വരുന്നത്. നമുക്കിനി ഇവിടെ ഇറങ്ങിയിട്ട് ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം അങ്ങോട്ട് പോകാൻ. അങ്ങനെ അവിടെ റോഡിൽ നിന്ന് തന്നെ നമുക്ക് വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു വ്യൂ കിട്ടും.
ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഈ ഒരു വെള്ളച്ചാട്ടം വരുന്നത് ചാലക്കുടി പുഴയിലാണ്. ചാലക്കുടി പുഴയില് അതിരപ്പള്ളി പഞ്ചായത്തിലാണ് ഈ ഒരു വെള്ളച്ചാട്ടം നിൽക്കുന്നത്. കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമാണിത്. 120 അടിയാണ് ഈ ഒരു വെള്ളച്ചാട്ടത്തിന്റെ ഹൈറ്റ്. അതുപോലെ ഇവിടെ റോഡ് സൈഡിൽ മുഴുവൻ ഇവരെ കാണാൻ പറ്റും. പക്ഷെ അങ്ങനെ ആക്രമിക്കുന്ന ഒരു ടെൻഡൻസി ഒന്നും കാണിക്കുന്നില്ല. ഒക്കെ പാവങ്ങളാണ്. പിന്നെ ഭക്ഷണ സാധനം കണ്ടാൽ നമ്മൾ അടുത്തോട്ട് വരും. ഇവിടെയാണ് ഈ ഒരു വെള്ളച്ചാട്ടത്തിന്റെ എൻട്രൻസ് വരുന്നത്. നമുക്ക് ഇവിടെ ലെഫ്റ്റ് സൈഡിലുള്ള കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് കിട്ടും. പക്ഷെ ഇവിടെ നമുക്ക് പൈസ കൊടുത്ത് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. ഇതാണ് ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടർ വരുന്നത്. ഞാൻ അങ്ങനെ ടിക്കറ്റ് എടുത്തു. ഒരാൾക്ക് 60 രൂപയാണ് വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ട് ഇവിടെ ഇവർ ചാർജ് ചെയ്യുന്നത്. ഈ വഴിയാണ് നമുക്ക് വെള്ളച്ചാട്ടത്തിന് അങ്ങോട്ട് പോവേണ്ടത്. അത്യാവശ്യം നല്ല തിരക്കുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയും വരികയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ ഒരു വെള്ളച്ചാട്ടം ഇന്ത്യയിൽ തന്നെ ഒരുപാട് സിനിമകൾ, പല ഭാഷകളിലുള്ള ഒരുപാട് സിനിമകൾ ഈ ഒരു വെള്ളച്ചാട്ടത്തിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പ്രേം നസീറിന്റെ കാലം മുതലുള്ള സിനിമകൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. മോഹൻലാൽ അഭിനയിച്ച അനുരാഗി, പിന്നീട് തമിഴിൽ വന്ന പയ്യ, അതുപോലെ വേട്ടക്കാരൻ, അതുപോലെ നമ്മുടെ ദിൽസേ, അങ്ങനെ ഒരുപാട് സിനിമകൾ ഈ ഒരു വെള്ളച്ചാട്ടത്തിലാണ് ഷൂട്ട് ചെയ്തത്. ഏറ്റവും അവസാനം ടൊവിനോയുടെ ARM വരെ ഈ ഒരു വെള്ളച്ചാട്ടത്തിൽ ഷൂട്ട് ചെയ്ത സിനിമകളാണ്. നിങ്ങൾ ഈ കാണുന്നത് ചാലക്കുടി പുഴയാണ്. ചാലക്കുടി പുഴ ആനമലയിൽ നിന്ന് ആരംഭിച്ച് 145 കിലോമീറ്റർ ദൂരം ഒഴുകിയിട്ട് അറബിക്കടലിൽ പോയിട്ട് ചേരുന്നൊരു നദിയാണ്. ആ ഒരു നദിയിലാണ് ഈ കാണുന്ന അതിരപ്പള്ളി വെള്ളച്ചാട്ടം വരുന്നത്. 1990 മുതൽ നമ്മുടെ KSEB ഈ ഒരു നദിയിൽ ഒരു ജലവൈദ്യുത പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഒരുപാട് എതിർപ്പുകൾ വന്നതിനെ തുടർന്ന് അത് അവർ നീട്ടി കൊണ്ടുപോയതാണ്. 2017 വരെ അവരത് വീണ്ടും അതിനെപ്പറ്റി ചിന്തിക്കുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ കണ്ടിരുന്നു. അങ്ങനെ ഒരു ജലവൈദ്യുത പദ്ധതി ഈ ഒരു നദിയിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ദക്ഷിണേന്ത്യയിലെ നയാഗ്ര എന്നൊക്കെ വിളിക്കുന്ന ഈ ഒരു വെള്ളച്ചാട്ടം തീർത്തും അപ്രത്യക്ഷമാവും. അതോടൊപ്പം തന്നെ ഒരുപാട് ജീവികളുടെ ആവാസ വ്യവസ്ഥ കൂടി നശിച്ചു പോകും. അങ്ങനെ പ്രകൃതിയെ മൊത്തത്തിൽ നശിപ്പിക്കുന്ന ഒരു പദ്ധതി നമുക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ ചേർന്നിട്ട് അതിനെ എതിർക്കുകയൊക്കെ ചെയ്തിരുന്നു. അതുകൊണ്ടാണ് എനിക്കിതാ ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഈ ഒരു വെള്ളച്ചാട്ടം കാണാനോ അത് നിങ്ങളെ കാണിക്കാനോ ഒക്കെ പറ്റിയത്. ഇത്രയും മനോഹരമായ വെള്ളച്ചാട്ടമൊക്കെ ഇല്ലാണ്ടാക്കിക്കൊണ്ട് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള പദ്ധതികൾക്ക് വേണ്ടി ശ്രമിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനി കുറച്ചു നേരം ഞാനൊന്നും പറയുന്നില്ല, നിങ്ങൾ ഈ വെള്ളച്ചാട്ടം ഒന്ന് ആസ്വദിക്കുക. ആദ്യം നമുക്ക് ആ ഭാഗം വരെയൊക്കെ പോകാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇപ്പം വെള്ളച്ചാട്ടത്തിന്റെ ശക്തിയൊക്കെ കൂടിയതുകൊണ്ട് ഇവിടെ കയറ് കെട്ടി റെസ്ട്രിക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ അപ്പുറത്തോട്ട് നമുക്ക് പോകാൻ വേണ്ടി പറ്റില്ല. നമ്മുടെ ഗില്ലി, പുഷ്പ, ഒടിയൻ, ബാഹുബലി ഷൂട്ട് ചെയ്ത് താഴെ ഭാഗത്താണ്. ഞാൻ താഴെ പോകുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആ മൂവി ഒക്കെ ഷൂട്ട് ചെയ്തത് ഈ സ്ഥലത്താണ് കേട്ടോ. ഒരുപാട് സിനിമകൾ വ്യത്യസ്ത ഭാഷകളിലായിട്ട് 100 കണക്കിന് സിനിമകൾ ഈ ഒരു ചാലക്കുടി പുഴേന്റെയും ഈ വെള്ളച്ചാട്ടത്തിന്റെയും ഭാഗത്തൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരാൾ ആരോ കൊടുത്ത ഐസ്ക്രീം ഒക്കെ കഴിച്ചുകൊണ്ട് ഈ ഒരു പ്രകൃതി സൗന്ദര്യമൊക്കെ ആസ്വദിച്ചുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. നല്ല രസമുണ്ട് ഇത് കഴിക്കുന്ന കാണാനൊക്കെ. ഇപ്പം മുകൾ ഭാഗത്തു നിന്നുള്ള ഈ ഒരു വെള്ളച്ചാട്ടത്തിന്റെ ഈ രൗദ്രഭാവമൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ താഴെ പോയിട്ട് ഇതിന്റെ ഒരു ഫുൾ വ്യൂ കാണണം. അതിന് ഇനി നമുക്ക് താഴെ ഭാഗത്തോട്ട് പോവാം. ഇന്ന് നല്ല തിരക്കാണ് ഇവിടെ. ശനിയാഴ്ച ലീവല്ലേ, നല്ല തിരക്കാണ്. നല്ല വിശപ്പുണ്ട്. ഇവിടെ ചെറിയൊരു ഇവിടെ കഴിക്കാം. അവിടെയാണ് കാര്യമായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റിയ ഒന്നുമില്ല. ഞാനിതാ ഒരു എനർജി ഡ്രിങ്ക് വാങ്ങിച്ചു, ന്യൂട്രി ചാർജ് റിഫ്രഷർ. ഇത് മാത്രമേ ഉള്ളൂ ഇവിടെ. പിന്നെ ഭക്ഷണം പിന്നെ കഴിക്കാൻ. താഴോട്ട് പോകണ്ടേ നമുക്ക്? നമ്മൾ മുകളിൽ നിന്നുള്ള വ്യൂ അല്ലേ കണ്ടേ? നമുക്ക് നേരെ താഴത്തെ ഭാഗത്തോട്ട് പോകാം. ഇനി ഇതാ ഈ ഒരു വഴിയാണ് നമ്മൾ താഴോട്ട് ഇങ്ങനെ ഇറങ്ങി പോകേണ്ടത്. ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി താഴെ എത്തിയാൽ നമുക്ക് അവിടെ നിന്ന് ആ ഒരു വ്യൂ കിട്ടും. അങ്ങനെ ഞാൻ താഴോട്ടെത്തി. ഇവിടെ ഇപ്പം അത്യാവശ്യം നല്ല തിരക്കുണ്ട്. മേലെ നമ്മൾ കണ്ടതിനേക്കാളും തിരക്ക് താഴെ ഈ ഭാഗത്താണ്. കാരണം മുകളിൽ നിന്നുള്ള വ്യൂവിനേക്കാളും മനോഹരം ഇവിടെ താഴെ നിന്നുള്ള വ്യൂ ആണ്. എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത് വെച്ചാൽ നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവും. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടുന്ന് ആ ഒരു വ്യൂ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടോ, ഇതാണ് ആ ഒരു ഭംഗി. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗി എന്ന് പറയുന്നത് ഇതാണ്, ഇവിടുന്ന് കാണുന്നതാണ്. എന്താ പറയണ്ടേ, എനിക്ക് വാക്കൊന്നും കിട്ടുന്നില്ല. ഞാനിങ്ങനെ നനയുന്നുണ്ട് കേട്ടോ. ഇവിടുന്ന് ഇങ്ങനെ വെള്ളച്ചാട്ടം ഇത്ര ഹൈറ്റിൽ നിന്ന് വീഴുന്നതുകൊണ്ട് മൊത്തം മഴ പെയ്യുന്നത് പോലെ മൊത്തം ഇവിടെ ഇങ്ങനെ നനഞ്ഞുകൊണ്ടിരിക്കുക. ഒന്നും പറയാൻ വരുന്നില്ല. നിങ്ങൾ കണ്ടോ, നിങ്ങൾക്ക്
ഒന്നും എനിക്ക് കിട്ടുന്നില്ല പറയാൻ വേണ്ടിയിട്ട്. അത്രയ്ക്കും മനോഹരമാണ് ഇവിടെ നിന്നുള്ള ഈ ഒരു, എന്താ ഞാൻ പറയേണ്ടത്. അതുപോലെ നമ്മുടെ ബാഹുബലിയുടെ ഒക്കെ ഷൂട്ടിംഗ് നടന്നത് ഈ ഭാഗത്തായിട്ടാണ്. അതിൽ കാണിക്കുന്ന ആ ഒരു വലിയ വെള്ളച്ചാട്ടം ഈ അതിരപ്പള്ളി വെള്ളച്ചാട്ടമാണ് കേട്ടോ. ആ മെയിൻ വെള്ളച്ചാട്ടത്തിന്റെ സൈഡിൽ കൂടെ ഒരു കുഞ്ഞു വെള്ളച്ചാട്ടം കൂടെ വരുന്നത് കണ്ടോ, നല്ല ഭംഗിയില്ലേ കാണാൻ. ഇവിടെ മെയിൻ വെള്ളച്ചാട്ടത്തിന്റെ സൈഡിലായിട്ട് ഒരു കുഞ്ഞു വെള്ളച്ചാട്ടം. ഇതിനൊക്കെ ഞാനെന്താ പറയാ, നിങ്ങളിത് കണ്ടാൽ മതി. ഒരു ദിവസം ലീവ് എടുത്ത് ഇങ്ങോട്ട് വാ, ചാലക്കുടി വന്നിട്ട് അതിരപ്പള്ളി വന്ന് ഈ വെള്ളച്ചാട്ടം കണ്ട് തിരിച്ചു പോയിക്കോ. ഈ മൺസൂൺ ടൈമിൽ നിങ്ങൾ ഈ കാണുന്ന ഭംഗി വേറെ ഒരിക്കലും നിങ്ങൾക്ക് കിട്ടില്ല. ഒറ്റ ദിവസം മാറ്റി വെച്ചാൽ മതി. ഒരു ദിവസം രാവിലത്തെ ട്രെയിനിന് വരിക, നേരെ ചാലക്കുടി ഇറങ്ങുക, ഈ വെള്ളച്ചാട്ടം കാണുക, തിരിച്ച് അന്ന് തന്നെ പോവുക. ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് 2 മണിക്കൂറിൽ കൂടുതലായി. ഇവിടുന്ന് പോവാനേ തോന്നില്ല, അത്രയ്ക്ക് ഭംഗിയാണ്. എങ്ങനെയാ ഇവിടുന്ന് പോവാൻ തോന്നുക? ഇതിങ്ങനെ കണ്ടോണ്ടിരിക്കും. ആകാശത്തുനിന്ന് വീഴുന്ന പോലെ ഉണ്ട് ആ ഒരു വെള്ളച്ചാട്ടം. നമുക്ക് ആകാശത്തു നിന്നാണോ വെള്ളം വരുന്നതെന്ന് തോന്നിപ്പോവും. അവിടെ താഴെ എത്ര നേരം നിന്നോണ്ടിരുന്നത്, പക്ഷെ മഴ പെയ്യുന്ന പോലെ നമ്മളവിടെ നിൽക്കുമ്പോൾ നനയുന്നത്. അപ്പം അവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് വന്ന് നിന്നതാ. അങ്ങനെ നനയും. അവിടെ അടിക്കുന്ന വെള്ളം ഇവിടെ വരെ എത്തുന്നുണ്ട്. മൊത്തം വെള്ളത്തിൽ നനഞ്ഞ് കുളിച്ച പോലെ അവസ്ഥയായിട്ടുണ്ട്. പിന്നെ എത്ര നേരം വേണേ ഇവിടെ ഇങ്ങനെ നിൽക്കാം. അത്ര അടിപൊളിയാണ്. ഞാൻ പറയുന്നൊന്നും കേൾക്കുന്ന പോലും ഉണ്ടാവില്ലല്ലോ. ഇവിടെ ഈ ആളുകളുടെയും വെള്ളച്ചാട്ടത്തിൻ്റെ ഒക്കെ ബഹളത്തിനിടയിൽ ഇവരെത്ര കാമായിട്ടാണ് ഇവരുടെ കാര്യങ്ങൾ നോക്കുന്നത് നോക്കിയേ. അമ്മയുടെ കയ്യിൽ നിന്ന് ആ കഴിക്കുന്നത് പിടിച്ചു വാങ്ങാൻ നോക്കിയത് ആള്. വിശന്നിട്ട് കണ്ണ് കാണാണ്ടായിട്ടുണ്ട്. അപ്പം നമുക്ക് നേരെ കയറി ഭക്ഷണം കഴിക്കാം. നേരെ കയറി ഒരു ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തു. ഇനി ഇത് കഴിക്കാണ്ട് വേറെ ഒരു പരിപാടിയിൽ അത്രയ്ക്ക് വിശപ്പുണ്ട് എനിക്ക്. പൊരിച്ച കോഴിയുടെ ബിരിയാണിയാണ്. അതുപോലെ തന്നെ ഇങ്ങോട്ടൊക്കെയുള്ള ബിരിയാണിയിൽ മസാല കുറച്ച് കൂടുതലായിരിക്കും. നമ്മളെ നാട്ടിലെ പോലെയല്ല, കുറച്ച് മസാലയുടെ അതിപ്രസരം ഉണ്ടാവും. പക്ഷെ അത്യാവശ്യം ടേസ്റ്റൊക്കെ ഉണ്ട് ബിരിയാണി. പിന്നെ നല്ല വിശപ്പും ഉണ്ട് എനിക്ക്. അതിൻ്റെ കൂടിയാണോ എന്നറിയില്ല. എന്തായാലും ബിരിയാണി പൊളിച്ചിട്ടുണ്ട്. ചിക്കൻ്റെ പീസൊക്കെ അത്യാവശ്യം നല്ല സോഫ്റ്റും ആണ്, നല്ല ടേസ്റ്റും ഉണ്ട്. പിന്നെ പപ്പടം കൂടി കൂട്ടി ഇങ്ങനെ കഴിക്കാൻ ഈ ഒരു മൂഡും ഈ ഒരു ആംബിയൻസും നല്ല വിശപ്പും ഒക്കെ കൂടി ആകുമ്പം ബിരിയാണിക്ക് നല്ല ടേസ്റ്റും ഒക്കെ ഉണ്ട്. ആസ്വദിച്ച് കഴിക്കാൻ പറ്റും ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട്. കാരണം നേരെ മുന്നിലായിട്ട് അവിടെ വെള്ളച്ചാട്ടം കാണാൻ പറ്റും. ആ വെള്ളച്ചാട്ടം നോക്കിക്കൊണ്ടാണ് ഞാൻ ഇവിടെ ഇരുന്നിട്ട് ഈ ഭക്ഷണം കഴിക്കുന്നത്. സൂപ്പർ. അങ്ങനെ നേരെ പുറത്തിറങ്ങിയ സമയത്ത് ഇവിടെ ഇങ്ങനെ മാങ്ങയും കൈതച്ചക്കയും വിൽക്കുന്ന ഒരു ചേച്ചീനെ കണ്ടു. അപ്പം ഞാനൊരു കൈതച്ചക്ക വാങ്ങിച്ചു. അത് കുറച്ചുകൂടെ നമുക്ക് ദഹിക്കാനൊക്കെ നല്ലതാണല്ലോ. അപ്പം കൈതച്ചക്ക എനിക്ക് ഇഷ്ടമാണ്. മാങ്ങ ഓവർ പുളിയായിരിക്കും, അത് വാങ്ങിയില്ല. പകരം ഒരു കൈതച്ചക്ക വാങ്ങിച്ചു. നമുക്ക് ആ കൈതച്ചക്ക കൂടെ ഇവിടെ നിന്നിട്ട് ഇങ്ങനെ കഴിക്കാം. അതുപോലെ ബൈക്കൊക്കെ എടുത്ത് വരുന്നവർക്ക് ഇവിടെ എൻട്രൻസിനോട് ചേർന്നിട്ട് നല്ലൊരു പാർക്കിംഗ് സൗകര്യം കൂടിയുണ്ട്. അത് മറന്നു പോകണം. അങ്ങനെ തിരിച്ചു പോകാനുള്ള ബസ് വന്നിട്ടുണ്ട്. അതിവിടെ കുറച്ചു നേരം ഇങ്ങനെ നിർത്തിയിടും. അങ്ങനെ അതിരപ്പള്ളിയിലെ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് ഇവിടെ KSRTC ബസ്സിലോട്ട് കയറിയതാ. ബസ്സിലൊന്നും ആരുമില്ല, എല്ലാം ഇവിടെ വണ്ടിയൊക്കെ എടുത്ത് വരുന്നവരാ കൂടുതലും. അതാണ് കുറച്ചുകൂടെ സൗകര്യവും. അപ്പം കൂടുതൽ കാര്യങ്ങളൊന്നും നോക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം ഇനി അങ്ങോട്ട് നമ്മൾ ഇങ്ങോട്ട് വന്ന കാഴ്ചകളൊക്കെ തന്നെ കാണാനുള്ളൂ, വേറെ പുതുതൊന്നുമില്ലല്ലോ. ഇങ്ങോട്ട് വരുമ്പം ഓൾറെഡി ഞാൻ നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പം എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻ്റായിട്ട് പറയണം. പിന്നെ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഇതുപോലെയുള്ള മനോഹരമായ ഒരുപാട് വീഡിയോകൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യാം. പിന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ടും കൂടെ വരും. അപ്പൊ നമുക്ക് മറ്റൊരു ദിവസം മറ്റൊരു മനോഹരമായിട്ടുള്ള വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.